ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ 2 ദിവസമായിരുന്നു വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. വേറൊന്നുമല്ല, ആ 2 ദിവസത്തെ വ്ളോഗും കൂടെ ഞാൻ ഒരൊറ്റൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി പറയാറുള്ള പോലെ വീട്ടിൽ തന്നെ ഇരുന്നുള്ള വീഡിയോസ് ആണ് എപ്പോഴും പോസ്റ്റ് ചെയ്യാറ്. ഞാൻ ബോറടിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും എൻ്റെ ഒരു മനസ്സിനൊരു തൃപ്തിക്കുറവ് എന്തോ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഇന്ന് ഒരു 2 ഡേയ്സിൻ്റെ വ്ളോഗ് ഒറ്റയടിക്ക് പോസ്റ്റ് ചെയ്യാണ്. കാരണം എനിക്ക് ഒരു ദിവസമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ കൂടെ ഇതിൽ ഇൻവോൾവ് ആക്കുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ്. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ദിവസം ഒരു വെനസ്ഡേ ആയിരുന്നു കേട്ടോ. അന്നത്തെ എൻ്റെ ഡ്യൂട്ടി 3 to 11 ആയിരുന്നു, ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റു. കുറച്ചും കൂടെ ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. നോർമലി 5 എഴുന്നേക്കാറുണ്ട്, കാരണം 7 ഡ്യൂട്ടി ഉള്ളപ്പോൾ ആ ടൈമിൽ എഴുന്നേക്കും. പക്ഷേ ഇന്ന് കുറച്ചൊരു 9 o'clock ഒക്കെ ആവാറായിട്ടോ. നല്ല ക്ഷീണത്തിൽ അങ്ങനെ കിടന്നു പോയി. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഒന്നും ആവില്ലല്ലോ. നമ്മൾ മാക്സിമം ഞാനിപ്പോൾ നേരത്തെ എഴുന്നേക്കാൻ നോക്കാറുണ്ട്. നോർമലിയൊക്കെ ഞാൻ നേരത്തെയൊക്കെ ഒരു 10 മണി 10:30 വരെ ഉറങ്ങുന്ന ടൈം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും അത്ര ഒരു ടൈം വരെ ഉറങ്ങാൻ തോന്നാറുമില്ല. ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടൈം ഒരു 3 to 11 ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ആലാനെ രാവിലെ ഡേ കെയറിലാക്കണ്ട, ഒരു 2:30 ഒക്കെ ആകുമ്പോൾ ആക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഫുൾ ആല നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ അന്നത്തെ ദിവസം ലഞ്ചും കൂടെ പ്രിപ്പയർ ആക്കണം, കാരണം ഉച്ചയ്ക്ക് നമ്മൾ പോകുന്ന കാരണം എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകണം, ഓർ നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ആലാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ തലേന്ന് രാത്രി തന്നെ ഫിഷൊക്കെ ഒന്ന് മസാലയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈസി ആയിട്ട് എനിക്ക് ഫിഷ് ബിരിയാണി ഭയങ്കര സ്പീഡിൽ ഞാൻ ഉണ്ടാക്കൂട്ടോ, കാരണം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഫിഷസ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. സോ അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചട്നിയൊക്കെ കൂട്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ അതൊക്കെ ഡ്രോപ്പ് ഔട്ട് ആയിട്ടോ, കാരണം സമയം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നുണ്ടല്ലോ. കാരണം ഞാൻ ഭയങ്കര സ്ലോ ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. പിന്നെ എനിക്ക് അതിനോട് അഡീഷണൽ എനിക്ക് വീട് മൊത്തം മെസ്സി ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോകണം, സമാധാനത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ചട്നിയൊക്കെ ഞാൻ ക്യാൻസലാക്കി. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മസാല ദോശ, കാരണം ബില്ലുവിന് രാവിലെ തന്നെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ബില്ലു പോയി. അപ്പോൾ പിന്നെ ബില്ലു പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാമല്ലോ. നമുക്ക് എപ്പോഴും നമുക്ക് ഫുൾ അടിപൊളിയാക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ടായിട്ടൊരു മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഫിഷ് ബിരിയാണിയും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷ് ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ
കുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ആവും. കാരണം നമ്മൾ ഫിഷൊന്നും അത്ര നമ്മൾ സെപ്പറേറ്റ് ആയിട്ടെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് ടൈം നമുക്ക് അവിടെ വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പണികൾ തീർക്കേണ്ട ദിവസമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഒപ്പിക്കാറുണ്ട് കേട്ടോ. നേരത്തെ തലേന്നൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ചധികം ഫിഷ് എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓർത്തത് എന്തായാലും ബിരിയാണി തന്നെ ആക്കാം. കാരണം എല്ലാ ദിവസവും ഈ സെയിം തന്നെ ഫിഷ് നമുക്ക് ഒരുപാട് ദിവസം ഇങ്ങനെ ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ബെറ്റർ ആയിട്ട് ഒറ്റ ഒരു ദിവസത്തേക്ക് നമുക്ക് ഫിഷ് ഫ്രൈ ആക്കി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 1 o'clock ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 2:30 ഇറങ്ങിയാൽ മതി. ബട്ട് ഇന്ന് എനിക്ക് 1:30 ഇറങ്ങണം. കാരണം നാളെ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഒരു ആനുവൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഇടാൻ വേറെ ഇല്ലാണ്ടൊന്നുമല്ല, എന്നാലും നമുക്കൊരു പുതിയ ഡ്രസ്സ് ഇടാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഞാൻ ഡ്രസ്സ് നോക്കി നടക്കുകയാണ്. പക്ഷേ എനിക്ക് അവിടെ പോയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടുന്നില്ല. അപ്പോൾ ബില്ല് പറഞ്ഞു ഇന്നെന്തായാലും 1:30 നമുക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു ഷോപ്പിൽ പോയി നോക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഹറിബറിയാണ്. എനിക്ക് നേരത്തെ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് പണികൾ തീർക്കുന്നത്. ഇത്ര പണികൾ തീർത്തിട്ടാണെങ്കിലും ഞാൻ ഫുഡൊന്നും കഴിക്കാണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്ത് എടുത്തു. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു സെഫോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തെന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്കിങ്ങനെ ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ് മേക്കപ്പ് ഫോർ എവറിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ലിപ്പിലിട്ടിട്ടുള്ള സ്വാറ്റ്സും ഷെയ്ഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അറ്റ് ലാസ്റ്റ്. കാരണം ഞാൻ പറഞ്ഞുള്ള ഒരു ആനുവൽ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ആദ്യം പോവാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഞാൻ ഇന്നും ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇവിടെ തന്നെ എൻഡ് ആക്കാം. കാരണം എനിക്ക് 2-3 ദിവസമായി ഡ്രസ്സ് നോക്കി നടക്കുന്നു. ബട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സോ കുഴപ്പമില്ല, നമുക്ക് നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. നാളെയാണ് പ്രോഗ്രാം. പക്ഷെ നാളെ നമുക്ക് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നോടൊന്ന് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു നെക്സ്റ്റ് ഡേ. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം എനിക്കറിയാം കുറച്ച് മിക്സ്ഡപ്പ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം അതല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോകും വീഡിയോസിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ഡ്രസ്സ് കിട്ടി. ഇന്ന് ഡ്യൂട്ടിക്ക് 7 to 3 ആയിരുന്നു. അപ്പോൾ 3 കഴിഞ്ഞിട്ട് ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പോയി ഡ്രസ്സ് എടുത്തു. തിരിച്ചു വരുന്ന വഴിയാണ് ഡ്രസ്സ് എടുത്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഡ്രസ്സിൻ്റെ കൺഫ്യൂഷനായിരുന്നു. അബായ എടുക്കണോ അതോ കാഷ്വലായിട്ട് വേറെ എന്തെങ്കിലും എടുക്കണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ കൂടുതലും അബായയിലേക്കായിരുന്നു എൻ്റെ മൈൻഡ്. ഒരു 60% പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അബായ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു.
യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് തരാം. പ്രീവിയസ് വീഡിയോയിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. എനിക്ക് ഒരുപാട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഈ കളർ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ വാർഡ്രോബിൽ ഇല്ലാത്തൊരു കളറായിരുന്നു. ആൻഡ് ഒരു ടൈമിൽ എൻ്റെ ഒരുപാട് ഡ്രസ്സസിന് ഈ ഒരു കളർ ഉണ്ടായിരുന്നു താനും. പക്ഷേ എനിക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഒരു ലുക്ക്. ഇത് ഞാൻ നോർമലി ഒരു അബായ സ്റ്റോറിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാം ഡിപ്ലോമാറ്റ് റെസിഡൻസിലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. സോ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 7 o'clock ഒക്കെ ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. 6-നായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ആനുവൽ പ്രോഗ്രാമാണ്. ഇതിലെല്ലാം ഉണ്ട്. കാരണം നമ്മളൊരു ഒറ്റൊരു പ്രോഗ്രാമായിട്ടാണ് ഹോസ്പിറ്റലിൽ നടത്തുന്നത്. ആൻഡ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ വലിയവരോ ചെറിയവരോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും ഒറ്റൊരു യൂണിറ്റിലാക്കിയിട്ട് ആൻഡ് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അങ്ങനെ ആരെയും മാറ്റി നിർത്താണ്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം. കുറേ നാളായി നമ്മൾ കോളേജിലൊക്കെ കാണുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ പ്രാവശ്യം എന്തായാലും അതിനുള്ളൊരു ചാൻസ് കിട്ടി. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് അങ്ങനത്തെ ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പ്രിൻ്റ് ഔട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ പ്രിൻ്റ് എടുത്തെടുത്ത് അവസാനം ആ പ്രിൻറ്റും കംപ്ലൈൻ്റ് ആയി. ആൻഡ് ഒരുപാട് പേര് ഇങ്ങനത്തെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പെർഫോമൻസ് ഒക്കെ അവിടെ ചെയ്തു. ആൻഡ് മോസ്റ്റ്ലി പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നത് നമ്മളുടെ ഡിന്നർ സെഷന് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഡിന്നർ കഴിക്കാൻ പോയി. ഇതൊരു തേഴ്സ്ഡേ ആയിരുന്നു കേട്ടോ. നമുക്ക് തേഴ്സ്ഡേ നൈറ്റായിരുന്നു ആനുവൽ പാർട്ടി. അപ്പോൾ നമുക്ക് ഫ്രൈഡേ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ആൻഡ് നമുക്ക് ഒരു 6 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് 10 o'clock വരെയായിരുന്നു പ്രോഗ്രാം. അവർ കറക്റ്റ് ആ പറഞ്ഞ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ആ പറഞ്ഞ ടൈമിൽ തന്നെ എൻ്റെ ഒപ്പം ചെയ്തു. അങ്ങനെ ഒരുപാട് പേരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിനൊക്കെ ഞാൻ പോയിട്ട്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.